മോഡേൺ ഇന്ന് മോഡേൺ മെഡിസിൻ വളർന്നാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ചില ആരോഗ്യ മാർഗങ്ങൾ ഇന്നും ആളുകൾ പിന്തുടരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഉപയോഗിച്ച ചില ചികിത്സാ രീതികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ ആരോഗ്യത്തോടെ ജീവിക്കാം. തേൻ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വയറുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ശരീരശക്തിക്കും തേൻ ഉപയോഗിച്ചിരുന്നു. ഖുർആനിൽ തേനിന് ഷിഫ ഉണ്ടെന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നു. ഷിഫ മീൻസ് രോഗശമനം. തേനിൻ്റെ ഗുണങ്ങൾ ഒരുപാട് പറയാനുണ്ട്. ഇവിടെ സമയം പരിമിതമാണ്. കരിഞ്ജീരകത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് വളരെ പ്രശസ്തമാണ്. മരണമൊഴികെ എല്ലാ രോഗങ്ങൾക്കും കരിഞ്ജീരകത്തിൽ രോഗശമനം ഉണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇന്ന് പലരും ഇമ്മ്യൂണിറ്റി, അതായത് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ കരിഞ്ജീരകം ഉപയോഗിക്കുന്നു. ഹിജാമ കപ്പിംഗ് തെറാപ്പി, ശരീരത്തിലെ മോശം രക്തം നീക്കാൻ ഉപയോഗിച്ചിരുന്ന ചികിത്സാ രീതിയാണ് ഇത്. ഇത് സുന്നത്ത് ചികിത്സയായി മുസ്ലിം രാജ്യങ്ങളിലും ഇന്നും തുടരുന്നു. തലവേദന, ശരീരവേദന എന്നിവയ്ക്ക് ഹിജാമ ചെയ്യാറുണ്ട്. ഈന്തപ്പഴം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈന്തപ്പഴം കഴിക്കാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു. രാവിലെ ഈന്തപ്പഴം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് ഹദീസുകളിൽ കാണാം. ശുചിത്വം ഇസ്ലാമിൽ ശുചിത്വത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കൈ കഴുകൽ, പല്ല് വൃത്തിയാക്കൽ, വുളൂ ചെയ്യൽ ഇവ ആരോഗ്യ സംരക്ഷണത്തിലും സഹായിക്കുന്നു. അല്ലാഹു ഭംഗിയുള്ളവനാണ്. ഭംഗിയെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. മിതമായ ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അധിക ഭക്ഷണം കഴിക്കരുതെന്ന് പഠിപ്പിച്ചു. വയർ 3 ഭാഗമാക്കുക എന്ന ആശയം ആരോഗ്യകരമായ ജീവിതത്തിന് സഹായകമാകുന്നു. 3 ഭാഗം എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ച് വെള്ളം, കുറച്ച് ഭക്ഷണം, കുറച്ച് ഭാഗം ഒഴിച്ചു വിടുക എന്നതാണ്. ഇവ സുന്നത്ത് അടിസ്ഥാനമാക്കിയുള്ള ചികിത്സാ രീതികളാണ്. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഡോക്ടറുടെ നിർദ്ദേശവും അത്ര തന്നെ പ്രധാനമാണ്. നിങ്ങൾക്ക് ഏത് സുന്നത്ത് ചികിത്സയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഉപകാരപ്രദമായ സബ് ചെയ്യാൻ മറക്കരുത്.